ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വേനൽക്കാല സ്പെഷ്യലായിട്ട് കരിക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ. ഇത് കരിക്ക് വേനലിലെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. പെട്ടെന്ന് തന്നെ ചൂട് കുറയ്ക്കുന്ന ഒരു ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കരിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ വേനലാവുമ്പോ എല്ലായിടത്തും കരിക്ക് അവൈലബിൾ ആണ്. നമ്മൾ റോഡ് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ കുറെ ആളുകൾ കരിക്കൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടിരിക്കാറുണ്ട്. അപ്പോ എല്ലാവരും കരിക്ക് വാങ്ങിച്ചിട്ട് കരിക്ക് ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് കരിക്ക് ഷേക്ക് ഉണ്ടാക്കി കഴിക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കരിക്ക് ഷേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കരിക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കരിക്കിന്റെ ഉള്ളിലുള്ള കാമ്പുണ്ടല്ലോ, കരിക്കിന്റെ പീസ്, അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കരിക്കാണെങ്കിൽ കുറച്ചും കൂടി, അത് ഒരുപാട് തിക്കല്ലാതെ ഇങ്ങനെ നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് സ്കൂപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കരിക്കാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ വെള്ളത്തിന്റെ മധുരം അനുസരിച്ചിട്ട് നമ്മൾ ഷുഗർ അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഹണി ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെവല് നമ്മൾ അതനുസരിച്ചിട്ട് ക്രമീകരിക്കുക. അപ്പൊ നല്ല മധുരമുള്ള കരിക്കൻ വെള്ളം ആണെങ്കിൽ നമ്മൾ ഹണിയോ ഷുഗറോ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മധുരം കുറവാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഹണി ആഡ് ചെയ്യാം, ഷുഗർ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇപ്പൊ കൽക്കണ്ട ആഡ് ചെയ്തിട്ട് ചെയ്യാം. അത് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്യാം. നാച്ചുറൽ ആയിട്ടുള്ള മധുരം ഉള്ളപ്പോഴാണ് കരിക്ക് ഷേക്കിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. പിന്നെ നമ്മൾ ഡേറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഡേറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഡേറ്റ്സിന്റെ ഒരു മധുരം ഉണ്ടാവും. പിന്നെ ഞാൻ എപ്പോഴും ഷേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിൽക്ക് ബോയിൽ ചെയ്തിട്ട് മാത്രം ഫ്രിഡ്ജിൽ വെക്കുക. അതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. ഡയറക്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പാല് യൂസ് ചെയ്തിട്ട് അത് തിളപ്പിക്കാതെ നമ്മൾ യൂസ് ചെയ്യാറില്ല. എപ്പോഴും ബോയിൽ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂറിന് ശേഷം എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പാലിന്റെ ആ ഒരു ഡയറക്റ്റ് പാല് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് കുറച്ചും കൂടി നമുക്ക് ഒരു സന്തോഷത്തോടെയും ഇഷ്ടപ്പെട്ടുകൊണ്ടും ആ ഷേക്ക് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ആ പാല് അങ്ങനെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് പലർക്കും ഇഷ്ടപ്പെടാറില്ല. ഇപ്പൊ നമ്മൾ പുറത്തു പോയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ അവർ ഡയറക്റ്റ് പാല് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പതുക്കെ ഒന്ന് പൊട്ടിച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് തരുന്നത്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും ഇതുപോലെ മിൽക്ക് ബോയിൽ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നമുക്കും വലിയ ടെൻഷനൊന്നും വേണ്ട. നമ്മൾ എന്തായാലും ബോയിൽ ചെയ്തിട്ട് തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ കരിക്ക് യൂസ് ചെയ്തിട്ട് വേറൊരു ഡിഷ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതൊരു സർപ്രൈസ് ആണ്. അത് എല്ലാവരും ചെയ്യാറുണ്ടോ എന്ന് അറിയില്ല. ഇവിടെ എറണാകുളം ജില്ലയിലൊക്കെ പലരും ചെയ്യാറുണ്ട്. നല്ല ചോറിന് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഡിഷാണത്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അടുത്തൊരു ദിവസം കാണിക്കാം നമുക്ക്. അപ്പൊ നമുക്ക് കരിക്ക് ഷേക്ക് റെഡിയാക്കാം. നമുക്ക് കരിക്ക് ഷേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ കരിക്ക് എടുത്തിട്ടുണ്ട്, മിൽക്ക്, ഹണി, ഡേറ്റ്സ്. ആദ്യം നമുക്ക് കരിക്കിൽ നിന്ന് വെള്ളവും കരിക്കിന്റെ കാമ്പും രണ്ടായിട്ട് മാറ്റിയെടുക്കാം. അപ്പൊ ഇതാ നമ്മള് കരിക്ക് പൊട്ടിച്ചിട്ട് കരിക്കിൻ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കരിക്കിന്റെ കാമ്പും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊരു ജ്യൂസറിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ജ്യൂസറിലേക്ക് കരിക്കിന്റെ കാമ്പ് നമ്മൾ മാറ്റി വെച്ചത് ഇടാം. സീഡ്സ് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ആഡ് ചെയ്യാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ഹണി ആഡ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിക്കിൻ വെള്ളം ആഡ് ചെയ്യാം. നമ്മൾ ബോയിൽ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാല്, ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന കരിക്ക് ഷേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇതാ നമ്മള് കരിക്ക് ഷേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വേനലില് കരിക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കി കഴിക്കുക. എന്നിട്ട് നമ്മുടെ കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ നമ്മള് പുതിയ റെസിപ്പീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഏത് റെസിപ്പിയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ഡിഷുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.